മത്സ്യത്തോട് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷമാണ് എന്നോട് ദൈവം പറഞ്ഞു തുടങ്ങിയത്. മീനിനോട് എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഒരു മർമ്മം ദൈവം വെളിപ്പെടുത്തി. ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിയോടും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ദൈവം ഭൂമിയിലോട്ട് അവനെ വിട്ടത്. മത്സ്യമാണേലും കാക്കയാണേലും കഴുതയാണേലും കഴുകനാണെങ്കിലും ദൈവം ഒരു ചെറിയ സിം ഇവൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയ അപ്പം ഇടപെടും. ബലിയാമിൻ്റെ കഴുതിയോട് പറയാൻ പറഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പെട്ടെന്ന് സാധിക്കും. പരിധിക്ക് പുറത്താണെന്നൊന്നും പറയത്തില്ല. ഭയങ്കര സ്പീഡ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ യോനയുടെ പുസ്തകത്തിൽ കൂടെ ഞാൻ പോയപ്പോൾ എനിക്ക് മർമ്മം മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും മുമ്പോട്ട് പോയി. അങ്ങനെയാണ് ഈ മത്സ്യത്തോടെ എപ്പോൾ പറഞ്ഞു? പ്രവാചകൻ കപ്പലിൽ കയറിയപ്പോൾ തന്നെ മത്സ്യത്തിന് മെസ്സേജ് കൊടുത്തു ഇല്ലേ? ഫോണിനകത്ത് SMS ഒക്കെ വരികയില്ലേ? ഇതുപോലെ ഇതിൻ്റെ മത്സ്യത്തിന് തിമിംഗലത്തിനൊരു SMS വന്നു. ഭാവനയെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. വേദപുസ്തകം സത്യമാണ്. ഈ മത്സ്യം ഈ വള്ളത്തിൻ്റെ പുറകെ, ഈ കപ്പലിൻ്റെ പുറകെ വിട്ടു. ഇവന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് ശക്തനായ ഒരു പ്രവാചകൻ ഇതിനകത്തുണ്ട്. പുള്ളി വളരെ ഡീസൻ്റാണ്. ദൂത് കറക്റ്റായിട്ട് പറയും. ചെറിയൊരു അനുസരണക്കേടേ ഉള്ളൂ. അപ്പോൾ അവനെ അവരെടുത്ത് താഴോട്ടിടും. ഈ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മരിക്കാതിരിക്കാൻ നീ അവനെ കുറച്ച് നേരത്തേക്കൊന്ന് സേവ് ചെയ്യണം. എന്നിട്ട് അവൻ ആ ഒരു സമയം കഴിയുമ്പോൾ അവൻ ബോധം വരും. അപ്പോൾ അവനെ പുറത്ത് കൊണ്ടുവന്ന് വിടണം. ദൈവം കൊടുത്ത മെസ്സേജ് മത്സ്യം അനുസരിച്ചു. മത്സ്യം അവനെ വെള്ളം കുടിപ്പിക്കാതെ വിഴുകി. ഇവനതിൻ്റെ അകത്ത് ചെന്ന് രൂപപ്പെട്ട പുറത്തു വന്നു. ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തി എന്നൊക്കെ യോനയുടെ ബുക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇന്ന് ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചാൽ മതി. അപ്പം മത്സ്യത്തോട് ദൈവത്തിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് മാത്രം ഒരു സന്ദേശം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് ചെല്ലുമ്പോൾ മത്സ്യത്തെക്കാൾ ചെറിയൊരു പുഴുവിനെ കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. പുഴുവിനോട് ദൈവം പറഞ്ഞു ആവണക്കിനെ കുത്താൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ചിരി വന്നു. പുഴുവിനോട് ദൈവം എങ്ങനെ സംസാരിച്ചേ? ഒരു സേഫ്റ്റി പിന്നിൻ്റെ വലിപ്പേ ഉള്ളൊരു പുഴുവിന് ഇതിനകത്ത് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? അയ്യോ, എന്തൊരു അത്ഭുതമാണിത്! എന്തൊരു അത്ഭുതമാണിത്! ഞങ്ങളെയൊക്കെ ഫോൺ വിളിച്ചു പറയും, എൻ്റെ പാസ്റ്ററേ, എൻ്റെ ഭർത്താവ് ശരിയാകുകയില്ല, ഭയങ്കര വൃത്തിയിട്ട സ്വഭാവ പുള്ളിയുടെ. ദൈവത്തിനൊരു കൊതുകിനെ വിട്ടാൽ മതി അവനെ ശരിയാക്കാൻ. ഒരു കൊതുക് മതി, ഒരു കൊതുക്. നീ ശരിയാകാത്തോണ്ടാ അവൻ ശരിയാകാതെ. ദൈവത്തിന് ഇതിന് താമസം വരുന്നതിന്റെ കാരണം നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്, അതുകൊണ്ടാ. അയ്യോ, അതുപോലെയല്ല ഇത്. ഏതുപോലെയല്ല? ദൈവത്തിന് ആരെയും കൈകാര്യം ചെയ്യാം, എങ്ങനെ കൈകാര്യം ചെയ്യാം. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മേലാത്ത ഒരു മനുഷ്യനും ഇവിടെ ഇല്ല, ഒരു ജീവി ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സുവിശേഷകനാണ്. പുള്ളിക്കാരൻ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു സ്നേഹിതയെ കാണാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഒരു ബസ്സേ കയറി ബാംഗ്ലൂർ ചെന്നിറങ്ങി. ബാംഗ്ലൂർ ചെന്നിറങ്ങിയിട്ട് വഴി തെറ്റിപ്പോയി. ഉദ്ദേശിച്ച സ്റ്റോപ്പിലല്ല ഇറങ്ങിയത്. കർണാടക ഭാഷ അറിയത്തില്ല, ആകെ കൂടി അറിയാവുന്ന മലയാളം. റോഡേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നാ ചോദിക്കുന്നത്, ആരോടാ ചോദിക്കുന്നത്? അവിടെ ഒരു വലിയ മരം ഉണ്ട്, അതിൻ്റെ ചുവട്ടിലങ്ങ് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്നെ ഇങ്ങനെ ചതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഉള്ള കാശ് കൊടുത്ത് വണ്ടിയെ കയറി ഇവിടെ വന്നു. ഇപ്പോൾ എനിക്ക് ബസ് സ്റ്റോപ്പും മറന്നുപോയി, ഫോൺ നമ്പരും ഇല്ല. ഞാനിനി എന്ത് ചെയ്യും? അന്നത്തെ പോലെ ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല അത്രയും. പുള്ളി ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരുന്ന് കരയുമ്പോൾ ഒരു കാഴ്ച കാണുക. ഈ മരത്തിൻ്റെ കൊമ്പ് വളർന്നിട്ട് ഹൈവേയിലോട്ടാണ് വന്നിരിക്കുന്നത്. ആ മരത്തിൽ നിന്നൊരു പുഴു ഹൈവേ വീണു. 4 വണ്ടി അങ്ങോട്ടും 4 വണ്ടി ഇങ്ങോട്ടും പായുന്ന ആ ഹൈവേയിൽ നിന്ന് ആ പുഴു നടക്കുക. നടന്ന് ഇപ്പുറത്ത് ഈ മരത്തിൻ്റെ ചോട്ടി വന്നു. ഒരു വണ്ടി ആ പുഴുവിൻ്റെ മുഖത്ത് കയറിയില്ല. ഇത് പഠിപ്പിക്കാനാണ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ഉപദേശിയെ കൊണ്ടുപോയത്. ബൈബിൾ കോളേജിൽ പോയാൽ പഠിക്കാൻ പറ്റുമോ ഇതൊക്കെ? ബൈബിൾ കോളേജ് പുഴുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം പഠിപ്പിച്ചാൽ
മറക്കുകയില്ല. ദൈവം പഠിപ്പിച്ച ക്ലിയറാണ്. പിന്നെ ജീവിതത്തിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല. ഡൗട്ട് ക്ലിയർ ചെയ്ത് ദൈവം പഠിപ്പിക്കും. വേറെ ഒരു പണിയില്ലല്ലോ. അപ്പം ഇരുന്ന് മുഴുവനെ കാണുക. ഇങ്ങനെ നടന്ന് ആ വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് മാറും. ഇങ്ങനെ നടന്ന് അത് ഇപ്പറേ വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ചോദിക്കുക, നീ കണ്ടോ ഈ പുഴുവിൻ്റെ മേത്ത വണ്ടി കയറാതെ അതിനെ ഇക്കരെ എത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിന്നെ ആമേൻ. എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയാ, എനിക്കൊരു ഡിഗ്രി കിട്ടിയ പോലെയായെന്ന് പറഞ്ഞു. ഒരു ഗ്രാജുവേഷൻ ആയിരുന്നു ആ മരത്തിൻ്റെ ചോട്ടി വെച്ച്. ഒരു ഭയങ്കര ലെസൺ ദൈവം എന്നെ പഠിപ്പിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ഇവനെ കാണാഞ്ഞിട്ട് തപ്പി മരത്തിൻ്റെ ചോട്ടിലെത്തി. പറഞ്ഞത് മനസ്സിലായോ? ബാംഗ്ലൂർ ഒരു കൂട്ടുകാരനെ തേടി വന്നതാ. ബസ് സ്റ്റോപ്പിൽ പോയി ഫോൺ നമ്പറിൽ പോയി മരത്തിൻ്റെ ചോട്ടിലിരുന്ന് പുഴുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ തപ്പി മരത്തിൻ്റെ ചോട്ടിലെത്തി. പുഴുവിൻ്റെ കാര്യം ഓർത്ത് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് കയ്യെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എല്ലാം തീർന്നു, വിഷയം തീർന്നു. അല്ലാതെ ജീവിതകാലം മുഴുവൻ പുഴുവിനെ കണ്ടുകൊണ്ടിരിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ജീസസ് നിന്റെ വീട്ടിൽ നടക്കുന്ന കൊച്ചു സംഭവത്തിനകത്ത്, നിന്റെ വീടിൽ കിടന്ന് കളിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിലൂടെയും ദൈവത്തിന് നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കൊച്ചു വിഷയങ്ങൾ ജീവിതകാലം മുഴുവൻ അതിനകത്ത് നോക്കിയിരിക്കണ്ട. അതിനകത്തുനിന്ന് ഒരു പാഠം നീ പഠിക്കും. ഓ ശബരദല ഹതരാദിയാര ഓ റബഖവനവദല ശന്തരാദിയാര ശിബര സതരാദല ഓ റിഖമനബാബാശിയാദര. Glory! ജീസസ്. പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ വന്നു. പ്രൈസ് ദി ലോർഡ്. കരയണ്ട. ഒരു പാഠം കൂടെ നീ പഠിച്ചു കഴിയുമ്പോൾ നിന്നെ അടുത്ത ലെവലിലേക്ക് ദൈവം ഉയർത്തും. വിഷമിക്കണ്ട. ഒരു പാഠം കൂടെ നീ എഴുതാനുണ്ട്. ഒരു പേപ്പർ കൂടെ എഴുതി കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് നീ കാലുവെക്കും. Yes. Yes. ദൂത് കേട്ടുകൊള്ളുക. സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യം കണ്ട് വിഷമിക്കണ്ട. നീ ഒരു ടെസ്റ്റ് കൂടി എഴുതുന്നു, അത് നീ പാസ്സാകും. അടുത്ത സ്റ്റേജിലേക്ക് ദൈവം നിന്നെ ഉയർത്തും. മിനിസ്ട്രിയുടെ അടുത്ത ലെവൽ. ജീസസ്. ആമേൻ. അവൻ ഉയർത്തുന്ന ദൈവമാണ്. അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കുഴികളിൽ നിന്നവരെ കയറ്റുന്നു. രാവിലെ ആദ്യം തന്നെ ഇത് ഓർപ്പിച്ചതാണ്. ഈ വചനത്തിന് സൗഖ്യമാക്കുന്ന ശക്തി മാത്രമല്ല, ഉയർത്തുന്ന ശക്തിയുണ്ട്. കുഴിയിൽ നിന്ന് കയറ്റണമെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ പവർ പോരാ, ക്രെയിനിൻ്റെ പവർ വരണം. വണ്ടിയുടെ എഞ്ചിൻ ഉയർത്താനുള്ള പവറല്ല, കറക്കുന്ന പവറാണ്. എന്നാൽ ക്രെയിനിൻ്റെ പവർ പൊക്കിയെടുക്കാനുള്ള പവറാണ്. ഇന്ന് പകലിൽ എല്ലാ പവറും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അതിവിടെ ദൈവം അയച്ചിരിക്കുകയാണ്. സ്റ്റക്കായി കിടക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പൊക്കിയെടുക്കുന്നു. കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അഴിച്ചുവിടുന്നു.
ഓ ജീസസ്, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ആ കെട്ട്. യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ഉയരട്ടെ. അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തട്ടെ. ഓ ഗ്ലോറി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പെരുത്ത മീൻകൂട്ടമാവപ്പെട്ടു. വല കീറാറായി, വല കീറാറായി, വല കീറാറായി. അക്കോമഡേഷൻ വലിയ പ്രോബ്ലമായി തീർന്നെന്നർത്ഥം. വല കീറാറായി എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെട്ടാൽ അങ്ങനെയാണ്. ദൈവം പ്രവർത്തിച്ചാൽ അങ്ങനെയാണ്. ദൈവം പ്രവർത്തിച്ചാൽ അങ്ങനെയാണ്. Praise the Lord. Praise the Lord. Oh, hallelujah. Hallelujah. ഈ വല കീറുകയില്ല. ദൈവം പുതിയൊരു വല നിലനെ ഏൽപ്പിക്കും. ദൈവം ഇന്ന് ചിലർക്ക് പുതിയ വല നൽകുന്നു. ഇന്നലെ വരെ പിടിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അളവിൽ വലിയ മീൻകൂട്ടത്തെ പിടിക്കുന്ന പുതിയ വലകൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിക്കുന്നു. ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. ആമേൻ. പെരുത്ത മീൻകൂട്ടമാവപ്പെട്ടു. താട്ട് വായിച്ച് അവസാനിപ്പിക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. ഇതുപോലെ മീൻപിടുത്തക്കാരായ പലരവിടെയുണ്ട്. അവർക്കാർക്കും ഇതുപോലെ മീനൊന്നും കിട്ടിയിട്ടില്ല. അവരിങ്ങനെ 2-3 മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഈ ഒരു പടകിൽ മാത്രം ഭയങ്കര മീൻകൂട്ടം, വല കീറുന്ന കണ്ടീഷൻ. വേറെ ചെറിയ പടകുകാരുണ്ട്, ഒന്നുമില്ല. 3-4 മീനുമായിട്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ ഒരൈക്യതയുടെ സ്പിരിറ്റ് വ്യാപരിച്ചു. ഒരൈക്യതയുടെ സ്പിരിറ്റ് വ്യാപരിച്ചു. വാശിയും വൈരാഗ്യവും മാറി. എൻ്റെ പടക് നിറയണം, എൻ്റെ പടക് നിറയണം, എൻ്റെ പടക് നിറയണം. ആ ആഗ്രഹം നല്ലതാണ്. എൻ്റെ പടക് നിറയണം എന്നുള്ള ആഗ്രഹം നല്ലതാണ്. മറ്റൊരുത്തൻ്റെ പടകിൽ അതൊന്നും കയറരുതെന്നുള്ള ആഗ്രഹം നല്ലതല്ല. അങ്ങനെ ഒരു ആഗ്രഹം മീൻപിടുത്തക്കാർക്കുണ്ട്. എൻ്റെ പടക് നിറഞ്ഞാൽ മതി, വേറൊറ്റ പടകിലും കയറരുത്. ഇവിടെ പരിശുദ്ധാത്മാവ് ആ രോഗം അങ്ങ് മാറ്റി. ക്യാൻസറിനേക്കാൾ ഭയങ്കര രോഗം. ക്യാൻസർ എന്തെങ്കിലും ഒരിക്കൽ മാറും, ഇതൊരിക്കലും മാറുകയില്ല. വേറൊരാളുടെ പടക് മീൻ കയറുന്ന കാണുമ്പോൾ ഭയങ്കര കുശുമ്പ്. കയറരുത്, ബാക്കി ഒരിടത്തും കയറരുത്, എൻ്റെ ഇതിനകത്ത് മാത്രമേ കയറാവുള്ളൂ. അഥവാ കയറിയാലും അത് കൊള്ളുകയില്ലാത്ത മീനാണെന്നും കൂടെ പറഞ്ഞോളെ. അതൊരു അസുഖമാണ്. എന്നാൽ യേശു ഇടപെട്ട ആ രോഗം അങ്ങ് മാറ്റി. ഇന്നലെ വരെ ഒരുമിച്ച് നിൽക്കാത്ത പല പടകുകാരെയും സഹകരിപ്പിച്ചു. പല പടകുകാരെയും സഹകരിപ്പിച്ചു. സഹകരണത്തിൻ്റെ ആത്മാവ്. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ദൈവം ഒരു സഹകരണത്തിൻ്റെ ആത്മാവിനെ അയക്കട്ടെ, അയക്കട്ടെ. ഇന്ത്യൻ സഭകളിൽ ദൈവം ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിനെ അയക്കട്ടെ, സഹകരണത്തിൻ്റെ ആത്മാവിനെ അയക്കട്ടെ. അസൂയയുടെയും പകയുടെയും പിണക്കത്തിന്റെയും കാലുവാരലിന്റെയും ആത്മാവ് പുറത്തു പോകട്ടെ. മറ്റു പടകുകാരെ സഹായത്തിന് വിളിച്ചു. ഇതൊരു ആദ്യത്തെ സംഭവമാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? കൺട്രോൾ ചെയ്യാൻ മേലാത്തവണ്ണം ജനത്തെ ദൈവം കൊണ്ടുവന്നു. കൺട്രോൾ ചെയ്യാൻ മേലാത്തവണ്ണം മത്സ്യത്തെ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തി. ഇങ്ങനൊരു ഉണർവ് ഇന്ത്യയിൽ ദൈവം അയക്കും എന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. സഭകൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ അവസാനിക്കുന്ന കാലം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പടകും നിറയട്ടെ.
അവർ വന്ന പടക് രണ്ടും മുങ്ങുവർ. ഒരു പടക് കൊണ്ട് മീൻ പിടിക്കാൻ പോയ ആൾക്ക് 2 പടക് നിറയുന്ന മീൻ. ഇതൊന്നും ദൈവത്തിനല്ലാതെ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സഭാ വളർച്ച മനുഷ്യൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. 2 പടകും നിറയുമാറ് അവർ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഐക്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരെ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിന്നുകൊള്ളുക. ദൈവം ഉണർവയ്ക്കും, ദൈവം ഉണർവയ്ക്കും. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന വളരെ ചെറിയൊരു സ്ഥാനത്താണെങ്കിലും അവിടെ തന്നെ നിന്നുകൊള്ളുക, ഉറച്ചു നിന്നുകൊള്ളുക. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെറുതല്ല, അത് വലിയ വേലയാണ്. അത് ഈ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതാണ്. വരാൻ പോകുന്ന വലിയ കൊയ്ത്തിന് വേണ്ടി ദൈവം നിന്നെ ഇവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജീസസ്. ഒരു പത്രോസിന്റെ പേരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ആളുകൾ കൂടിയാണ് ഈ വലിയ മീൻകൂട്ടം ഇവിടെ വലിച്ചു കയറ്റിയത്. ജീസസ്. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കാളിയാകാൻ കിട്ടിയ ഭാഗ്യം വലുതാകട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഈ വലിയ മീൻകൂട്ടത്തിൽ നിനക്കുമൊരു പങ്ക്, നിനക്കുമൊരു പങ്ക്, നിനക്കുമൊരു പങ്ക്. ചെറുവിരലെങ്കിലും അനക്കിയെങ്കിൽ നീ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവാനാണ്. ഓ ജീസസ്. ഒരു പത്രോസിന്റെ പേരെ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ വേല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം അവനോടുകൂടെ വർക്ക് ചെയ്യാൻ വേറെ ചിലരെ തിരഞ്ഞെടുക്കും. അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. നീ അത് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഒരു വലിയ ഉണർവിന്റെ അധ്യായമാണ് ഈ അധ്യായം. പുസ്തകത്തിലേക്ക് വീണ്ടും നോക്കുക. നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു. വാക്യം 8. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്. ഏത് കണ്ടിട്ട്? പറഞ്ഞാട്ടെ. ഈ വലിയ മീൻകൂട്ടം കണ്ടിട്ട്, ഈ വലിയ അത്ഭുതം കണ്ടിട്ട്, ഈ വലിയ പ്രോസ്പിരിറ്റി കണ്ടിട്ട്. ഇനി വായിച്ചു. യേശുവിൻ്റെ കാൽക്കൽ വീണു. സാധനത്തിൻ്റെ ചോട്ടിലല്ല, നന്മയുടെ മുമ്പിലല്ല, യേശുവിൻ്റെ കാൽക്കൽ വീണു. സ്തോത്രം. ദൈവം നന്മ തരും, പക്ഷെ നന്മയുടെ മുമ്പിൽ മുട്ടുകുത്തരുത്. ദൈവം സമൃദ്ധി തരും, അതിന് മുമ്പിൽ മുട്ടുകുത്തരുത്. യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. സ്തോത്രം. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ടോ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകുകൊണ്ട്. ഇത്രയും വലിയ നന്മ കണ്ടപ്പോൾ പാപിയാണെന്ന് പറയാൻ എന്നാ കാര്യം? ഇത്രയും വലിയ അനുഗ്രഹത്തിന് മുമ്പിൽ പാപബോധമുണ്ടായത് എങ്ങനെ? അത് അവർക്ക് 2 പേർക്ക് അറിയത്തുള്ളൂ. യേശുവിനും പത്രോസിനെ അറിയത്തുള്ളൂ. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടു കഴിയുമ്പം നമുക്ക് ഈ ഭൗതികം ഒന്നുമില്ലെന്ന് മനസ്സിലാവും. വെറും പൂജ്യമെന്ന് മനസ്സിലാവും. ഈ കാണുന്ന ഒന്നും വലിയ കാര്യമല്ല. യേശുവാണ് വലുത്. യേശുവാണ് വലുത്. അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ആരാ യോഗ്യൻ? ഇത്രയും വലിയ മീൻ കർത്താവ് പറഞ്ഞിട്ട് പിടിച്ചു കയറ്റിയതല്ലേ എന്നുള്ള ക്രെഡിറ്റിന് പകരം താണ് വീണ് നിലവിളിക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളാരും ഒന്നുമല്ല. അവനെ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് യേശുവിന് സമർപ്പിച്ചത്. വായിച്ചോ. ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഇവൻ കർത്താവിനോട് പറയുക, കർത്താവ് എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ അവനങ്ങ് ഒന്നുമില്ലാണ്ടായി. അവന് നിൽക്കാൻ മേല. അതിശയത്തോടെ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷമാണ് എന്നോട് ദൈവം പറഞ്ഞു തുടങ്ങിയത്. മീനിനോട് എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഒരു മർമ്മം ദൈവം വെളിപ്പെടുത്തി. ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിയോടും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ദൈവം ഭൂമിയിലോട്ട് അവനെ വിട്ടത്. മത്സ്യമാണേലും കാക്കയാണേലും കഴുതയാണേലും കഴുകനാണെങ്കിലും ദൈവം ഒരു ചെറിയ സിം ഇവൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തോന്നിയ അപ്പം ഇടപെടും. ബലിയാമിൻ്റെ കഴുതിയോട് പറയാൻ പറഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പെട്ടെന്ന് സാധിക്കും. പരിധിക്ക് പുറത്താണെന്നൊന്നും പറയത്തില്ല. ഭയങ്കര സ്പീഡ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ യോനയുടെ പുസ്തകത്തിൽ കൂടെ ഞാൻ പോയപ്പോൾ എനിക്ക് മർമ്മം മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും മുമ്പോട്ട് പോയി. അങ്ങനെയാണ് ഈ മത്സ്യത്തോടെ എപ്പോൾ പറഞ്ഞു, പ്രവാചകൻ
കപ്പലിൽ കയറിയപ്പോൾ തന്നെ മത്സ്യത്തിന് മെസ്സേജ് കൊടുത്തു ഇല്ലേ? ഫോണിനകത്ത് SMS ഒക്കെ വരികയില്ലേ? ഇതുപോലെ ഇതിൻ്റെ തിമിംഗലത്തിനൊരു SMS വന്നു. ഭാവനയെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. വേദപുസ്തകം സത്യമാണ്. ഈ മത്സ്യം ഈ വള്ളത്തിൻ്റെ പുറകെ, ഈ കപ്പലിൻ്റെ പുറകെ വിട്ടു. ഇവന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് ശക്തനായ ഒരു പ്രവാചകൻ ഇതിനകത്തുണ്ട്. പുള്ളി വളരെ ഡീസൻ്റാണ്, ദൂത് കറക്റ്റായിട്ട് പറയും, ചെറിയൊരു അനുസരണക്കേടേ ഉള്ളൂ. അപ്പോൾ അവനെ അവരെടുത്ത് താഴോട്ടിടും. ഈ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മരിക്കാതിരിക്കാൻ നീ അവനെ കുറച്ച് നേരത്തേക്കൊന്ന് സേവ് ചെയ്യണം. എന്നിട്ട് അവൻ ഒരു സമയം കഴിയുമ്പോൾ അവൻ ബോധം വരും. അപ്പോൾ അവനെ പുറത്ത് കൊണ്ടുവന്ന് വിടണം. ദൈവം കൊടുത്ത മെസ്സേജ് മത്സ്യം അനുസരിച്ചു. മത്സ്യം അവനെ വെള്ളം കുടിപ്പിക്കാതെ വിഴുങ്ങി. ഇവനതിൻ്റെ അകത്ത് ചെന്ന് രൂപപ്പെട്ട് പുറത്തു വന്നു. ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തി എന്നൊക്കെ യോനയുടെ ബുക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇന്ന് ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചാൽ മതി. അപ്പം മത്സ്യത്തോട് ദൈവത്തിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് മാത്രം ഒരു സന്ദേശം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് ചെല്ലുമ്പോൾ മത്സ്യത്തെക്കാൾ ചെറിയൊരു പുഴുവിനെ കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. പുഴുവിനോട് ദൈവം പറഞ്ഞു ആവണക്കിനെ കുത്താൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ചിരി വന്നു. പുഴുവിനോട് ദൈവം എങ്ങനെ സംസാരിച്ചേ? ഒരു സേഫ്റ്റി പിന്നിൻ്റെ വലിപ്പമേ ഉള്ളൊരു പുഴുവിന് ഇതിനകത്ത് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? അയ്യോ, എന്തൊരു അത്ഭുതമാണിത്! എന്തൊരു അത്ഭുതമാണിത്! ഞങ്ങളെയൊക്കെ ഫോൺ വിളിച്ചു പറയും, എൻ്റെ പാസ്റ്ററേ, എൻ്റെ ഭർത്താവ് ശരിയാകുകയില്ല, ഭയങ്കര വൃത്തിയിട്ട സ്വഭാവ പുള്ളിയുടെ. ദൈവത്തിനൊരു കൊതുകിനെ വിട്ടാൽ മതി അവനെ ശരിയാക്കാൻ. ഒരു കൊതുക് മതി, ഒരു കൊതുക്. നീ ശരിയാകാത്തോണ്ടാ അവൻ ശരിയാകാതെ. ദൈവത്തിന് ഇതിന് താമസം വരുന്നതിന്റെ കാരണം നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്, അതുകൊണ്ടാ. അയ്യോ, അതുപോലെയല്ല ഇത്. ഏതുപോലെയല്ല? ദൈവത്തിന് ആരെയും കൈകാര്യം ചെയ്യാം, എങ്ങനെ കൈകാര്യം ചെയ്യാം. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മേലാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല, ഒരു ജീവി ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സുവിശേഷകനാ. പുള്ളിക്കാരൻ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു സ്നേഹിതയെ കാണാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഒരു ബസ്സേ കയറി ബാംഗ്ലൂർ ചെന്നിറങ്ങി. ബാംഗ്ലൂർ ചെന്നിറങ്ങിയിട്ട് വഴി തെറ്റിപ്പോയി. ഉദ്ദേശിച്ച സ്റ്റോപ്പിലല്ല ഇറങ്ങിയത്. കർണാടക ഭാഷ അറിയത്തില്ല, ആകെ കൂടി അറിയാവുന്ന മലയാളം. റോഡേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നാ ചോദിക്കുന്നത്, ആരോടാ ചോദിക്കുന്നത്? അവിടെ ഒരു വലിയ മരമുണ്ട്, അതിൻ്റെ ചുവട്ടിലങ്ങ് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്നെ ഇങ്ങനെ ചതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഉള്ള കാശ് കൊടുത്ത് വണ്ടിയെ കയറി ഇവിടെ വന്നു. ഇപ്പോൾ എനിക്ക് ബസ് സ്റ്റോപ്പും മറന്നുപോയി, ഫോൺ നമ്പറും ഇല്ല, ഞാനിനി എന്ത് ചെയ്യും? അന്നത്തെ പോലെ ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ലത്രയും. പുള്ളി ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരുന്ന് കരയുമ്പോൾ ഒരു കാഴ്ച കാണുക. ഈ മരത്തിൻ്റെ കൊമ്പ് വളർന്നിട്ട് ഹൈവേയിലോട്ടാണ് വന്നിരിക്കുന്നത്. ആ മരത്തിൽ നിന്നൊരു പുഴു ഹൈവേ വീണു. 4 വണ്ടി അങ്ങോട്ടും 4 വണ്ടി ഇങ്ങോട്ടും പായുന്ന ആ ഹൈവേയിൽ നിന്ന് ആ പുഴു നടക്കുക. നടന്ന് ഇപ്പുറത്ത് ഈ മരത്തിൻ്റെ ചോട്ടി വന്നു. ഒരു വണ്ടി ആ പുഴുവിൻ്റെ മുഖത്ത് കയറിയില്ല. ഇത് പഠിപ്പിക്കാനാണ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ഉപദേശിയെ കൊണ്ടുപോയത്. ബൈബിൾ കോളേജിൽ പോയാൽ പഠിക്കാൻ പറ്റുമോ ഇതൊക്കെ? ബൈബിൾ കോളേജ് പുഴുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം പഠിപ്പിച്ചാൽ മറക്കുകയില്ല, ദൈവം പഠിപ്പിച്ചാൽ ക്ലിയറാകും. പിന്നെ ജീവിതത്തിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല. ഡൗട്ട് ക്ലിയർ ചെയ്ത് ദൈവം പഠിപ്പിക്കും. വേറെ ഒരു പണിയില്ലല്ലോ. അപ്പം ഇരുന്ന് പുഴുവിനെ കാണുക. ഇങ്ങനെ നടന്ന് ആ വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് മാറും. ഇങ്ങനെ നടന്ന് അത് ഇപ്പറേ വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ചോദിക്കുക, നീ കണ്ടോ ഈ പുഴുവിൻ്റെ മേത്ത വണ്ടി കയറാതെ അതിനെ ഇക്കരെ എത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ